ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ മുട്ട സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് പുഴുങ്ങാനായിട്ട്. അപ്പോൾ അതിനൊപ്പം പാലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് രാത്രിയിൽ തന്നെ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ അരച്ചത് 1 ഗ്ലാസ് അരിയും 1/2 കപ്പ് തേങ്ങയും 1/2 കപ്പ് അവലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പഞ്ചസാര ഇട്ട് വെച്ച തേങ്ങാ വെള്ളം 1/2 കപ്പ്, 1 സ്പൂൺ പഞ്ചസാര ഇതിട്ട് ഞാൻ നന്നായിട്ട് അരച്ച് വെച്ചതാണ്. പക്ഷേ നമ്മൾ ചോറിട്ട് അരച്ച് വയ്ക്കുന്നതിൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്ത് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സാക്കി വയ്ക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ അപ്പച്ചട്ടി ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട്. ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് അപ്പച്ചട്ടി നന്നായിട്ട് ചൂടാവണേ. ചൂടായതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ, അല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. അപ്പം മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് നമ്മുടെ അപ്പച്ചട്ടീനകത്തിലേക്ക് ഒഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണയൊന്നും തൂക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. നമുക്കിതിലേക്ക് അതിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് അതിനെ ചുറ്റിച്ചെടുക്കണേ. സ്ലോ മോഷനിൽ വേണം ഇങ്ങനെ ചുറ്റിച്ചെടുക്കാനായിട്ട്. ചുറ്റിച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേണം വേവിക്കാനായിട്ട്. കാരണം നമ്മളിത് മറിച്ചിടുന്നില്ല. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ അരിക് കഴിക്കാനാണ് ഇഷ്ടം. എത്ര നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് വരുന്നതെന്ന് നോക്കിയേ. അടിപൊളിയല്ലേ? നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ അരി അരയ്ക്കുന്നതിലും ചോറ് അരയ്ക്കുന്നതിലും നന്നായിട്ട് ഈ അവൽ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് വരും. അത് നമ്മുടെ വെളുത്ത അവലല്ല, ചുമന്ന അവൽ കിട്ടുമല്ലോ, ചുമന്ന അവലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാളയും കുറച്ച് ഇച്ചിരി വെളുത്തുള്ളിയും 1 ടൊമാറ്റോയും കൂടി അരിഞ്ഞെടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരുവിധം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പൂടൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിനാവശ്യമുള്ള മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അടുത്ത ട്രിപ്പും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ നോക്കിക്കേ, എത്ര ക്രിസ്പി ആയിട്ട് അതിൻ്റെ അരിയിരിക്കുന്നതെന്ന് നോക്കിയേ. പക്ഷെ അത് ചൂടോടെ കഴിക്കണം. അങ്ങനെ അപ്പച്ചട്ടിക്ക് എടുക്കുന്ന അന്നേരം കഴിക്കണം. നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതാ വേണ്ട. അപ്പോൾ അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്കുണ്ടല്ലോ നമുക്കിത് 3-4 പേർക്ക് കഴിക്കാനുള്ള അപ്പം ഉണ്ടാകും കേട്ടോ. അപ്പം അടുത്തത് ഞാൻ അതുപോലെ നന്നായിട്ട് ആക്കിയെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇതാ കണ്ടോ, പൂ പോലത്തെ അപ്പം, അടിപൊളിയല്ലേ? അപ്പം നമ്മളുടെ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മസാല കൂട്ടൊക്കെ ഒന്ന് തെളിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുട്ടയും ഇട്ട് കൊടുത്ത് അതിനിയും ചെറിയ തീയിൽ അതിരുന്ന് വേകട്ടെ. നമുക്കത് അടച്ചു വെച്ച് കൊടുക്കാം. ഈസ്റ്റൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ അപ്പത്തിൽ. അപ്പോൾ നമ്മളെപ്പം തേങ്ങ പൊട്ടിച്ചാലും അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിലേക്കൊരു കുറച്ചൊരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് ഒഴിച്ച് കൊടുത്താൽ മതിയേ. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം കുപ്പിക്കകത്തിലൊഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റിൻ്റെ ആവശ്യമേ ഇല്ല. ഇതാ കണ്ടോ, എത്ര നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് നോക്കിയേ. അതിൻ്റെ പുറകൊക്കെ നോക്കിയേ, അടിപൊളിയല്ലേ? വർഷങ്ങളായിട്ട് ഞാനിങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ആക്ച്വലി അത് കള്ളപ്പം എന്നാണ് പറയുന്നത്. കള്ളാണത്.
തേങ്ങാവെള്ളം ഇങ്ങനെ പഞ്ചസാര എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അടുത്ത ട്രിപ്പും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും നല്ല സോഫ്റ്റായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ അവലിട്ട് അരയ്ക്കുന്നത്. ഇതുവരെയും ചോറായിരുന്നു അരച്ചുകൊണ്ടിരുന്നത്. ചോറുണ്ടായിരുന്നില്ല, നമ്മളുടെ കുത്തരിയുടെ ചോറ്. അത് കാരണം ഞാൻ ഇച്ചിരി അവലെടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ട് ആക്കിയതാണ്. ഇതാ കണ്ടോ എത്ര നന്നായിട്ട് വന്നെന്ന് നോക്കി. അടിപൊളിയായിട്ടുണ്ട് അല്ലേ? അപ്പം ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. അപ്പം ഞാനിനി കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഒരപ്പം അങ്ങനെ എടുത്ത് വെച്ചു. അതിലേക്ക് നമ്മളുടെ മുട്ടക്കറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടോ, മുട്ടക്കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കാനായിട്ട് നോക്കിക്കേ. താങ്ക് യു.